സമസ്ത അധ്യക്ഷ സ്ഥാനത്ത് താൻ പോരെങ്കിൽ മാറ്റണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സംഘടന മഹത്തായി നിലനിൽക്കണം. സമസ്തയ്ക്ക് പല സംഘടനകളുമായും ബന്ധമുണ്ടാകും. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കരുത്. മഹാന്മാർ കാണിച്ച മാർഗത്തോട് പിൻപറ്റുകയാണ് വേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ജാമിഅ നൂരിയ വാർഷിക സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലായിരുന്നു പരാമർശം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിലക്കുള്ളതായ വിള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും ഉണർത്തുക. ഇതിന് നേതൃത്വം നൽകുന്നവർ അതിൻ്റെ അർഹത ഇല്ലെങ്കിൽ അത് അർഹരായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരിക. അത്രേ പറയാം. അല്ലാത്ത ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡന്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ ഒഴിവാക്കാം. അതേ പറയട്ടെ. മറ്റൊരു ആളുകളെ കൊടുന്നുകൊണ്ട് ആ സ്ഥാപനത്തിനെ ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളേക്കൊന്നും വല്ല പോരെയും വേണ്ടി. ജാമിഅ നൂരിയ സമ്മേളനത്തിൽ നിന്ന് ഒരു വിഭാഗം സമസ്ത നേതാക്കളെ ഒഴിവാക്കിയത് നേരത്തെ വിവാദമായിരുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ചില തർക്കങ്ങൾക്കിടെ, അഭിപ്രായ ഭിന്നതയ്ക്കിടെ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാനും താൻ തയ്യാറാണ് എന്ന സൂചന നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം, കുഞ്ഞാലിക്കുട്ടിയുമൊക്കെയുള്ള വേദിയിൽ. അതിനുശേഷം സാദിഖ് അലി തങ്ങളുടെയൊക്കെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു സമീർ? ശ്രീജിത്ത്, നിലവിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സമസ്തയിലെ ഒരു വിഭാഗം യുവജന നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപെടലും ഒപ്പം തന്നെ പോസ്റ്റുകളും ഒക്കെ തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിനെയും സമസ്തയെയൊക്കെ ഒക്കെ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ജിഫ്രി തങ്ങളുടെ പരാമർശം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കരുത്, സമസ്തയുടെ നയങ്ങൾക്കെതിരായ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പലരും ശ്രമിക്കുന്നത് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായി എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതിനൊന്നും ഒരിക്കലും വഴിപ്പെടാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് ആവർത്തിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായാൽ അടിച്ചമർത്താൻ പ്രയാസമുണ്ടാകും. വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പലരും തോന്നിയത് എഴുതുന്ന സാഹചര്യമുണ്ട്. സമസ്തയിലെ പല സംഘടനകളുടെയും ബന്ധം സംഘടനകളുമായും ബന്ധമുണ്ടാകും. മഹാന്മാർ കാണിച്ച മാർഗത്തിനോട് പിൻപറ്റുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. അതായത് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ നടത്തുന്ന ഇടപെടലുകൾ ഒപ്പം തന്നെ മറ്റുള്ള എഴുത്തുകളും ഒക്കെ തന്നെ ഇത്തരം ഭിന്നഭിപ്രായത്തിനും സമുദായത്തിലുള്ള ഭിന്നതക്കും ഇടയാക്കുന്നുവെന്നും ഇത്തരം ഒരു നീക്കങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കെ കുഞ്ഞാലിക്കുട്ടി ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള വേദിയിലായിരുന്നു ഈ ജിഫ്രി മുത്തുക്കോയുടെ പരാമർശം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സമസ്ത അധ്യക്ഷ സ്ഥാനത്ത് താൻ പോരെങ്കിൽ തന്നെ മാറ്റണം എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, താൻ ഒഴിയാനും തയ്യാറാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. സംഘടന മഹത്തായി നിലനിൽക്കണം. സമസ്തയ്ക്ക് പല സംഘടനകളുമായും ബന്ധമുണ്ടാകും. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.